ക്ലാസ് 8 ചാപ്റ്റർ 3 ബസ് കി യാത്ര. ബസ് കി യാത്ര എന്ന ഈ ലെസൺ എഴുതിയത് ഹരിശങ്കർ പർസായിജിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബസ് യാത്രയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇതിനകത്ത് പങ്കുവയ്ക്കുന്നത്. വളരെ രസകരമായ ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അതായത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 4 സുഹൃത്തുക്കളും കൂടി ഒരു പഴയ പൊട്ടിപ്പൊളഞ്ഞ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോൾ ഉണ്ടായ രസകരമായ കുറേ അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ്. നമുക്ക് ലെസൺ വായിക്കാം. 5 मित्रों ने तय किया कि शाम 4 बजे की बस से चले. पन्ना से इसी कंपनी की बस सतने के लिए घंटे भर बाद मिलती है, जो जबलपुर की ट्रेन मिला देती है. सुबह घर पहुंच जाएंगे. हम में से 2 को सुबह काम पर हाजिर होना था, इसलिए वापसी का यही रास्ता अपनाना ज़रूरी था. लोगों ने सलाह दी कि समझदार आदमी इस शाम वाली बस से सफ़र नहीं करते. क्या रास्ते में डाकू मिलते हैं? नहीं, बस डाकिन है. ലേഖകനും തൻ്റെ 4 മിത്രങ്ങളും കൂടി വൈകുന്നേരം 4 മണിക്കുള്ള ബസ്സിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് പോകേണ്ടത് എങ്ങോട്ടാണ്? അവരിപ്പോൾ പന്ന എന്ന സ്ഥലത്താണ്. പന്നയിൽ നിന്നും സത്ന എന്ന സ്ഥലത്തേക്ക് ബസ്സിൽ പോകണം. എന്നിട്ട് അവിടുന്ന് ജബൽപൂർ ട്രെയിനിൽ അവർക്ക് അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. പന്നയിൽ നിന്ന് സത്നയിലേക്കുള്ള ബസ് വളരെ കുറവാണ്. കുറേ മണിക്കൂറുകൾ കാത്തു നിന്നാൽ മാത്രമേ അവർക്ക് ബസ് കിട്ടുകയുള്ളൂ. എന്നിട്ട് ആ ബസ് സത്നയിലെത്തിയിട്ട് അവിടുന്ന് ജബൽപൂർക്കുള്ള ട്രെയിനിൽ വേണം അവർക്ക് നാട്ടിലെത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ തീരുമാനിച്ചു അവർക്ക് രാവിലെ തന്നെ വീട്ടിലെത്തിച്ചേരുകയും വേണം. കാരണം അതിൽ 2 പേർക്ക് രാവിലെ ജോലിക്ക് ഹാജരാകേണ്ടതാണ്. അതുകൊണ്ട് ഈ ബസ്സിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. പന്നയിൽ നിന്ന് സത്നയിലേക്കുള്ള ഒരേ ഒരു ബസ്സാണ്. ആ ബസ്സിൽ തന്നെ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പലരും പറഞ്ഞു ഈ ബസ് യാത്ര ചെയ്യാൻ ഒട്ടും നല്ലതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ലേഖകൻ ചോദിച്ചു, വഴിയിൽ റോബേഴ്സ് ഉണ്ടോ? ഈ സമയത്ത് ഈ ബസ്സിൽ യാത്ര ചെയ്താൽ റോബേഴ്സ് എന്ന് വെച്ചാൽ കൊള്ളക്കാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, നഹി ബസ് ഡാക്കിൻ ഹെ. ഇല്ല, കൊള്ളക്കാരൊന്നുമില്ല, പക്ഷേ ബസ് ഡാക്കിനാണ്. ഡാക്കിൻ എന്ന് വെച്ചാൽ മന്ത്രവാദി അല്ലെങ്കിൽ ദുർദേവത, അങ്ങനെ ഉള്ള അർത്ഥങ്ങളുണ്ട്. അങ്ങനെയാണ്, അല്ല റോബേഴ്സ് ഒന്നും ഇല്ല എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു. ബസ് को देखा तो श्रद्धा उमड़ पड़ी. खूब वयोवृद्ध थी, सदियों के अनुभव के निशान लिए हुए थी. लोग इसलिए इससे सफ़र नहीं करना चाहते कि वृद्धावस्था में इसे कष्ट होगा. यह बस पूजा के योग्य थी, उस पर सवार कैसे हुआ जा सकता है. അപ്പോൾ ബസ്സിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനോടൊരു ബഹുമാനം തോന്നും. അതായത് പ്രായമായവരോട് തോന്നുന്ന ഒരു ബഹുമാനം ആ ബസ്സിനോടും തോന്നാറുണ്ട്. അത്രയ്ക്ക് വയോവൃദ്ധയായിരുന്നു, അതായത് പഴകിയ ഒരു ബസ്സായിരുന്നു. വർഷങ്ങളായുള്ള കുറേ അനുഭവങ്ങൾ പേര് നടക്കുന്ന ഒരു ബസ് പോലെയാണ് അത് കണ്ടാൽ തോന്നുന്നത്. അതേപോലെ പഴയതായിരുന്നു. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഈ ബസ്സിൽ യാത്ര ചെയ്യണ്ട എന്ന്. കാരണം അത്രയും പഴകിയതാണ്. ഇതിൽ യാത്ര ചെയ്താൽ വളരെ കഷ്ടമായിരിക്കും. എന്തിനാണ് ഈ പ്രായമായ ബസ്സിനെ കഷ്ടപ്പെടുത്തുന്നത് എന്ന് ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയുന്നത്. ഈ ബസ് പൂജ ചെയ്യാൻ, അതായത് നമ്മൾ പറയില്ലേ പൂജ വയ്ക്കാൻ നല്ലതാണ്, അതായത് വെറുതെ വെച്ചേക്കാൻ കൊള്ളാവുന്ന ഒരു ബസ്സാണ്, അല്ലാതെ അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. बस कंपनी के एक हिस्सेदार भी उसी बस से जा रहे थे. हमने उनसे पूछा, यह बस चलती भी है? वह बोले, चलती क्यों नहीं है जी, अभी चलेगी. हमने कहा, वही तो हम देखना चाहते हैं, अपने आप चलती है यह? हाँ जी, और कैसे चलेंगी. ബസ് കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥനും ഈ ബസ്സിൽ ഉണ്ടായിരുന്നു. അതായത് ഈ ബസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനും 4 പേരിൽ 4 സുഹൃത്തുക്കളിൽ ഒരാളുണ്ടായിരുന്നു. ഹംനെ ഉൻസെ പൂച്ച. അപ്പം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ബസ് ഓടുന്ന കണ്ടീഷനിലാണോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ. ഗായബ് ഹോ ഗയ ഐസി ബസ് അപ്നെ ആപ് ചലത്തെ ഹെ. ഗസബ് ഹോ ഗയ ഐസി ബസ് അപ്നെ ആപ് ചലത്തെ ഹെ. അത് കേട്ടപ്പോൾ അതിശയിച്ചു പോയി. ബസ് ഓടും എന്ന് കേട്ടപ്പോൾ അതിശയിച്ചു പോയി. ഹം आगा पीछा करने लगे. डॉक्टर मित्र ने कहा, डरो मत चलो,
बस अनुभवी है, नई नेवली बसों से ज़्यादा विश्वसनीय है, हमें बेटों की तरह प्यार से गोद में लेकर चलेगी. അപ്പോൾ ഞങ്ങൾ പരസ്പരം നോക്കാൻ തുടങ്ങി. ഇത് ഓടും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 5 പേരും പരസ്പരം നോക്കി. അപ്പോൾ അതിൽ ഡോക്ടറായിട്ടുള്ളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, ഈ ബസ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അതായത് വളരെ പഴയതാണെങ്കിലും കുറേ അനുഭവങ്ങൾ ഉള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പുതിയ ബസ്സുകളെക്കാട്ടിലും എന്തുകൊണ്ടും വിശ്വസിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ബസ് നമ്മളെ വളരെ സ്നേഹത്തോടെ, സ്വന്തം മക്കളെ എന്ന പോലെ സ്നേഹത്തോടെ മടിയിലിരുത്തി നമ്മളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഇതൊക്കെ ഒരു തമാശ രീതിയിലാണ് പറയുന്നത്. ഹം ബൈഠ് ഗയേ, जो छोड़ने आए थे वे इस तरह देख रहे थे जैसे अंतिम विदा दे रहे हैं. उनकी आंखें कह रही थी, आना जाना तो लगा ही रहता है, आया है सो जाएगा, राजा रंग फ़कीर. ആദ്മി കോ കൂച്ച് കർണേ കെ ലിയേ ഏക് നിമിത്ത് ചാഹിയേ. ഞങ്ങളെല്ലാവരും ബസ്സിൽ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങളെ യാത്ര അയക്കാൻ വന്ന ആൾക്കാർ, ഞങ്ങളിനി ഒരിക്കലും തിരിച്ചു വരില്ല, ഒരു അന്തിമ യാത്രയാണ്, അവസാന യാത്രയാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങളെ യാത്ര അയക്കാനായിട്ട് വന്നത്. അവരുടെ കണ്ണുകൾ ഇത് പറയുന്നുണ്ടായിരുന്നു. ആന ജാനാത്തോ ലഗി ഹി രഹത്താ ഹെ, അതായത് വരവും പോക്കും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ്, ജനനവും മരണവും നടന്നുകൊണ്ടേയിരിക്കും, വരുന്നവർ പോകും എന്നാണ് പറഞ്ഞത്. രാജാവെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ ഒന്നും വ്യത്യാസമില്ല, വന്നവരെല്ലാവരും പോകും, തിരിച്ചു വരുമോ എന്ന് ഉറപ്പില്ല എന്ന രീതിയിലാണ് അവിടെ നിന്നവരൊക്കെ നോക്കുന്നതെന്ന് ലേഖകൻ പറയുന്നത്. ആദ്മിക്കോ കൂച്ച് കർണേക്ക് ലിയേ ഏക് നിമിത്ത് ചാഹിയേ. ഇവിടെ ഉദ്ദേശിക്കുന്നത് മരണം സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഹം ബൈഠേ ഗിയേ ജോ ഛോട്നെ ആയേ ഥേ, इंजन सचमुच स्टार्ट हो गया, ऐसा जैसे सारी बसें इंजन है और हम इंजन के भीतर बैठे हैं. खांच बहुत कम बचे थे, जो बचे थे उनसे हमें बचना था. हम फौरन खिड़की से दौड़ सरक गए. इंजन चल रहा था, हमें लग रहा था कि हमारी सीट के नीचे इंजन है. എൻജിൻ സ്റ്റാർട്ടായി, ബസ് മുഴുവനും എൻജിനാണ്, നമ്മൾ എൻജിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് എന്ന് തോന്നി. അത്രയ്ക്ക് ഷേക്ക് ആവുന്നുണ്ടായിരുന്നു ബസ്. ഗ്ലാസ്സുകളൊക്കെ വളരെ കുറച്ചുണ്ടായിരുന്നു, വിൻഡോ ഗ്ലാസ്സൊക്കെ വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. ആ കുറച്ചുണ്ടായിരുന്നത് തന്നെ വളരെ ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ മാറിയിരിക്കേണ്ട ഒരവസ്ഥയായിരുന്നു. കാരണം എപ്പോൾ വേണമെങ്കിലും ആ ഗ്ലാസ്സുകളും ഇളകി നമ്മുടെ ദേഹത്ത് വീഴാം എന്നുള്ള രീതിയിലായിരുന്നു എന്ന് അർത്ഥം. അത് കണ്ടപ്പോൾ ഈ ഗ്ലാസ്സുകളൊക്കെ വളരെ പൊളിഞ്ഞ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ആ ഗ്ലാസിൻ്റെ അടുത്തുനിന്ന്, വിൻഡോസിൻ്റെ അടുത്തുനിന്ന് മാറിയിരുന്നു. അപ്പോൾ എൻജിൻ സ്റ്റാർട്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ സീറ്റിന് അടിയിൽ തന്നെയാണ് ഈ എൻജിൻ ഉള്ളതെന്ന് തോന്നി. അത്രയ്ക്ക് ബസ് മുഴുവനും ഭയങ്കരമായി ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് എൻജിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിനകത്തുണ്ടാകുന്ന ഷേക്ക് ബസ് മുഴുവനും ഉണ്ടായിരുന്നു. അടുത്ത പാരഗ്രാഫ്. ബസ് സച്മുച്ച് ചൽ പടി और हमें लगा कि यह गांधी जी के असहयोग और सविनय अवज्ञा आंदोलनों के वक्त अवश्य जवान रही होगी. അപ്പോൾ ഈ ബസ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിജിയുടെ അസഹയോഗ ആന്തോളനത്തിലും സവിനയ അവജ്ഞ ആന്തോളനത്തിലും പങ്കെടുത്ത ഒരു ബസ്സാണ് എന്ന് തോന്നി. അസഹയോഗ ആന്തോളൻ എന്നാൽ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ്. അതുപോലെ അവജ്ഞ ആന്തോളൻ എന്നാൽ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻ്റ് എന്ന് പറയും. അതായത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അസഹയോഗ ആന്തോളൻ. അത് 1920 1922 ആ മൂവ്മെൻറ്റ് നടന്നിരുന്നത്. പിന്നെ അവജ്ഞ ആന്തോളൻ എന്നാൽ സിവിൽ ഡിസൊബീഡിയൻസ് ആണ്. അത് 1930 1934 ആയിരുന്നു. അത് ഇത് രണ്ടും ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് മൂവ്മെൻറ്റിലും പങ്കെടുത്തിരുന്ന ഒരു ജവാനെ പോലെയായിരുന്നു ഈ ബസ്. ബസ്സിലെ എല്ലാ ഭാഗങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യോജിപ്പുമില്ലാതെയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനൊരു സാമ്യത ഇവിടെ കാണിച്ചിരിക്കുന്നത്, കമ്പയർ ചെയ്തിരിക്കുന്നത്. ഉസേ ട്രെയിനിങ് മിൽ ചുക്കി थी, हर हिस्सा दूसरे से असहयोग कर रहा था. पूरी बस सविनय अवज्ञा आंदोलन के दौर से गुजर रही थी. सीट का बॉडी से असहयोग चल रहा था. कभी लगता सीट बॉडी को छोड़कर आगे निकल गई है, कभी लगता कि
सीट को छोड़कर बॉडी आगे भागी जा रही है। 8-10 मील चलने पर सारे भेदभाव मिट गए। यह समझ में नहीं आता था कि सीट पर हम बैठे हैं या सीट हम पर बैठे है. ഫ്രീഡം സ്ട്രഗിൾ മൂവ്മെൻറ്റ്സിൽ ട്രെയിനിങ് കിട്ടിയതാണെന്ന് തോന്നിപ്പോകും ഈ ബസ്സിനെ കണ്ടാൽ. ആ ബസ്സിൻ്റെ ഓരോ ഭാഗങ്ങളും മറ്റേ ഭാഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെയായിരുന്നു. അതായത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ബസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ പല സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ബസ്സിൻ്റെ സീറ്റ് ബസ്സിൻ്റെ ബോഡിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പോലെയാണ് ഇരുന്നിരുന്നത്. ചിലപ്പോൾ തോന്നും സീറ്റ് ബോഡിയെ ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് പോയിന്ന്. ചിലപ്പോൾ തോന്നും സീറ്റിനെ ഉപേക്ഷിച്ചിട്ട് ബോഡി മുമ്പോട്ട് ഓടിപ്പോയിന്ന് തോന്നും. പക്ഷേ ഒരു 8-10 കിലോമീറ്റർ യാത്ര ചെയ്തപ്പോഴേക്കും ഈ ഭേദഭാവങ്ങളൊക്കെ മാറി. അതായത് ഈ സെപ്പറേഷനൊക്കെ മാറ്റി, അസഹയോഗമൊക്കെ മാറി. യഹ് സമജ് മേ നഹി ആത്താ ഥാ കി സീറ്റ് പർ ഹം ബൈഠേ ഹേ യാ സീറ്റ് ഹം പർ ബൈഠേ ഹേ. അപ്പോൾ എന്താ തോന്നിയത്? കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി സീറ്റിലാണോ ഞങ്ങളിരിക്കുന്നത്, ഞങ്ങളുടെ മുകളിലാണോ സീറ്റ് ഇരിക്കുന്നതെന്ന് തോന്നിപ്പോയി. ഇങ്ങനെ കുറേ തമാശ രൂപത്തിലാണ് ആ ബസ്സിൻ്റെ കണ്ടീഷൻ ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. എക്കായേക് ബസ് റുക് ഗയി, മാലൂം ഹുവാ കി പെട്രോൾ കി ടങ്കി മേ ഛേദ് ഹോ ഗയാ ഹൈ. ड्राइवर ने बाल्टी में पेट्रोल निकालकर उसे बगल में रखा और नली डालकर इंजन में भेजने लगा. പെട്ടെന്ന് ബസ് നിന്നു. പെട്രോൾ ടാങ്കിൽ എന്തോ ഹോള് വീണതായിട്ട് മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അടുത്ത് തന്നെ പെട്രോൾ നിറച്ചൊരു ബക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് ഒരു ട്യൂബ് വെച്ചിട്ട് എൻജിനിലേക്ക് ഈ പെട്രോൾ ഒഴിക്കാൻ തുടങ്ങി. अब मैं उम्मीद कर रहा था कि थोड़ी देर बाद बस कंपनी के हिस्सेदार इंजन को निकालकर गोद में रख लेंगे और उसे नली से पेट्रोल पिलाएंगे, जैसे माँ बच्चे के मुँह में दूध की शीशी लगाती है. അപ്പോൾ ലേഖകൻ ചിന്തിച്ചു, കുറച്ച് കഴിയുമ്പോൾ എഞ്ചിൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾ എഞ്ചിനെ പുറത്തെടുത്തിട്ട് തൻ്റെ മടിയിൽ വെച്ച് ഒരു ട്യൂബിലൂടെ പെട്രോൾ ഒഴിച്ചു കൊടുക്കും എന്നാണ് ചിന്തിച്ചിരുന്നത്. അമ്മ കുഞ്ഞിനെങ്ങനെയാണോ പാല് തുള്ളിത്തുള്ളിയായി കൊടുക്കുന്നത് അതേപോലെ ചെയ്യുമെന്നാണ് ചിന്തിച്ചത്. അടുത്ത പാരഗ്രാഫ്. ബസ് की रफ्तार अब 15-20 मील हो गई थी. मुझे उसके किसी हिस्से पर भरोसा नहीं था. ब्रेक फेल हो सकता है, स्टीयरिंग टूट सकता है. പ്രകൃതി के दृश्य बहुत लुभावने थे. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ബസ്സിൻ്റെ സ്പീഡ് ഇപ്പോൾ ഏതാണ്ട് 15-20 മൈലായിട്ടുണ്ട്. അദ്ദേഹത്തിന് യാതൊരു വിശ്വാസവും ഈ ബസ്സിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. ഏത് സമയം വേണമെങ്കിലും ബ്രേക്ക് ഫെയിലുർ ആവാം, സ്റ്റിയറിംഗ് പൊട്ടിപ്പോകാം, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാകാമെന്നുള്ള പേടിയുണ്ടായിരുന്നു. प्रकृति के दृश्य बहुत लुभावने थे. दोनों तरफ हरे भरे पेड़ थे जिन पर पक्षी बैठे थे. मैं हर पेड़ को अपना दुश्मन समझ रहा था. അപ്പോൾ ഇങ്ങനെ പേടിയുണ്ടായിരുന്നെങ്കിലും രണ്ട് സൈഡിലും നിറയെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചകളായിരുന്നു. അതിനകത്ത് പക്ഷികളിരിക്കുന്നതും അതിൻ്റെ സൗണ്ടും ഒക്കെ മനസ്സിന് വളരെ സന്തോഷം തരുന്നതായിരുന്നു. പക്ഷേ അദ്ദേഹം വൃക്ഷങ്ങളെയെല്ലാം തൻ്റെ ദുശ്മനായിട്ടാണ്, ശത്രുവായിട്ടാണ് കാണുന്നത്. जो भी पेड़ आता डर लगता कि इससे बस टकराएंगी. वह निकल जाता तो दूसरे पेड़ का इंतज़ार करता. चील दिखती तो सोचता कि इसमें बस गोता लगा जाएगी. അപ്പോൾ അദ്ദേഹത്തിന് ഓരോ വൃക്ഷങ്ങൾ കാണുമ്പോഴും പേടിയായിരുന്നു. കാരണം അതിനകത്ത് പോയി ട്രീയിൽ പോയിട്ട് ഇടിച്ചെങ്കിലോ എന്ന്. ഒരു ട്രീ കഴിഞ്ഞ് അടുത്ത ട്രീ വരുമ്പോൾ ഇത് തന്നെയാണ് ചിന്തിക്കുന്നത്, ഇതിൽ തീർച്ചയായിട്ടും ഈ ബസ് പോയി ഇടിക്കും എന്നായിരുന്നു. പിന്നെ സ്ട്രീംസൊക്കെ കാണുമ്പോഴും ചിന്തിക്കും, എന്തായാലും ഇതിലേക്ക് ഈ ബസ് ഈ സ്ട്രീമിലേക്ക്, ഈ അരുവിയിലേക്ക് വീണ് മുങ്ങിപ്പോകും നമ്മളെല്ലാവരും എന്ന് അദ്ദേഹം ചിന്തിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ബസ്സിൻ്റെ കണ്ടീഷൻ അത്ര വളരെ മോശമായിരുന്നു. അടുത്ത പാരഗ്രാഫ്. एकाएक फिर बस रुकी. ड्राइवर ने तरह तरह की तरकीबें की पर वह चली नहीं. सविनय अवज्ञा आंदोलन शुरू हो गया था. कंपनी के हिस्सेदार कह रहे थे, बस तो फर्स्ट क्लास है जी, यह तो इत्फाक की बात है. പെട്ടെന്ന് ബസ് നിന്നു. ഡ്രൈവർ പലതരത്തിലുള്ള ട്രിക്സ്
തർക്കീബെന്ന് വെച്ചാൽ ട്രിക്സാണ്. പല രീതിയിൽ അദ്ദേഹം അതിനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ ആ ബസ് സവിനയ അവജ്ഞാ ആന്തോളൻ തുടങ്ങിയിരുന്നു. അതായത് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ആ ബസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് ആ ഡ്രൈവർ എത്ര ശ്രമിച്ചിട്ടും ബസ് വളരെ അനങ്ങുന്നില്ലാത്ത അവസ്ഥയായി. കമ്പനിയിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ബസ് വളരെ നല്ല ബസ്സാണ്, പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്നതാണ്, കോയിൻസിഡൻ്റാണ് ഇതൊക്കെ, അതുകൊണ്ട് പേടിക്കുകയൊന്നും വേണ്ട, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, ഈ പ്രശ്നങ്ങളൊക്കെ ഈ ബസ്സിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം. ക്ഷീൺ चांदनी में वृक्षों की छाया के नीचे वह बस बड़ी दयनीय लग रही थी. लगता जैसे कोई वृद्धा थक कर बैठी गई हो. हमें ग्लानि हो रही थी कि बेचारी पर लदकर हम चले आ रहे हैं. अगर इसका प्राणांत हो गया तो इस बियाबन में हमें इसकी अंत्येष्टि करनी पड़ेगी. രാത്രിയിൽ നിലാവത്ത് ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ ഈ ബസ് കിടക്കുന്ന കണ്ടാൽ തോന്നുന്ന എന്താണ്, ഒരു വൃദ്ധയായ സ്ത്രീ വളരെ ക്ഷീണിതയായിട്ട് ഇരിക്കുകയാണെന്ന് തോന്നും. ഇത് കാണുമ്പോൾ വളരെ വിഷമത്തോടെ ചിന്തിക്കും, ഈ പാവത്തിനെ നമ്മൾ ക്യാരി എടുത്തുകൊണ്ട് പോകേണ്ടി വരും എന്ന് ചിന്തിക്കുമായിരുന്നു. ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ അന്ത്യകർമ്മങ്ങളും ചെയ്യേണ്ടി വരും. ഈ ബിയാബാൻ എന്ന ഈ ഫോറസ്റ്റിൽ, ഈ ആരുമില്ലാത്ത ഈ ശൂന്യമായ സ്ഥലത്ത് ഇതിൻ്റെ അന്ത്യകർമ്മങ്ങളും ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ബസ്സിനെ ഒരു വൃദ്ധയായ സ്ത്രീയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അത്രയും ഒരു വളരെ അവശത നിറഞ്ഞൊരു വൃദ്ധയെ പോലെ ആയിപ്പോയി നമ്മുടെ ഈ ബസ്സും. ഒട്ടും മുൻപോട്ട് പോകാൻ വയ്യാത്ത അവസ്ഥയായി. हिस्सेदार साहब ने इंजन खोला और कुछ सुधारा. बस आगे चली. उसके चाल और कम हो गई थी. ഹിസ്സേദാർ സാഹബ് ആ എൻജിനൊക്കെ തുറന്നിട്ട് എന്തൊക്കെയോ അത് ശരിയാക്കാൻ തുടങ്ങി. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ പരിപാടികൾ എൻജിൻ തുറന്നിട്ട് ചെയ്തു. ഉസ്കി ചാൽ ഔർ കം ഹോഗെ. എന്നിട്ടെന്താ, വീണ്ടും അതിൻ്റെ മൂവ്മെൻറ്റ് പിന്നെയും കുറഞ്ഞു വന്നു. धीरे धीरे वृद्धा की आँखों की ज्योति जाने लगी. चांदनी में रास्ता टटोलकर वह रेंग रही थी. आगे या पीछे से कोई गाड़ी आती दिखती तो वह एकदम किनारे खड़ी हो जाती और कहती, निकल जाओ बेटी, अपनी तो वह उम्र ही नहीं रही. അപ്പോൾ പതുക്കെ ആ വൃദ്ധയായ ബസ്സിൻ്റെ കണ്ണുകളുടെ പ്രകാശവും കുറഞ്ഞു തുടങ്ങി. അതായത് ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം കുറഞ്ഞു തുടങ്ങി എന്നർത്ഥം. അപ്പോൾ നിലാവത്ത് വഴി തപ്പി വൃദ്ധ നടക്കുന്ന പോലെയാണ് ഈ ബസ്സും. വളരെ പതുക്കെ ഇഴയുന്ന പോലെയായി. പുറകിൽ നിന്നോ മുമ്പിൽ നിന്നോ ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ പെട്ടെന്ന് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, എന്താണ്, മോളെ നീ പൊയ്ക്കോ, എനിക്ക് സ്പീഡിൽ പോകാനുള്ള പ്രായമൊന്നുമല്ല, നീ പൊയ്ക്കോ എന്ന് പറയുന്ന പോലെ തോന്നിപ്പോവും. एक पुलिया के ऊपर पहुँचे ही थे कि एक टायर फिस करके बैठ गया. वह बहुत ज़ोर से हिलकर थम गई. अगर स्पीड में होती तो उछलकर नाले में गिर जाती. मैंने उस कंपनी के हिस्सेदार की तरफ पहली बार श्रद्धा भाव से देखा. वह टायरों की हालत जानते हैं, फिर भी जान हथेली पर लेकर इसी बस से सफ़र कर रहे हैं. ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ തന്നെ ടയർ ബ്രേക്ക് ഡൗൺ ആയി നിന്നുപോയി. നല്ല സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെന്നാണ് പറയുന്നത്, ഏതെങ്കിലും അവിടെ കാണുന്ന ആ നാലയിലേക്ക് അത് വീണേനെ, അതായത് ആ കനാലിലേക്ക് ബസ് വീണു പോയേനെ. ഞാൻ ആദ്യമായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളെ വളരെ ബഹുമാനത്തോടു കൂടി നോക്കി. അദ്ദേഹത്തിന് ഈ ടയറിൻ്റെ അവസ്ഥകളൊക്കെ നന്നായിട്ട് അറിയാം. എന്നിട്ടും കൂടി അദ്ദേഹം തൻ്റെ എല്ലാവരുടെയും ജീവനെ കയ്യിലെടുത്തിട്ട്, അതായത് എപ്പോൾ വേണേലും എന്ത് സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം ഈ ബസ്സിൽ യാത്ര ചെയ്താൽ എന്ന് നന്നായിട്ടറിയാവുന്ന ആളായിട്ടും കൂടി അദ്ദേഹം തൻ്റെ ജീവനെ കയ്യിലെടുത്തിട്ടാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ റെഡിയായത്. അതായത് അത്രയും രണ്ടും കൽപ്പിച്ചാണ് അദ്ദേഹം ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ഇറങ്ങിത്തിരിച്ചതെന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തോട് ഒരു പ്രത്യേകമായ ബഹുമാനം തോന്നിയെന്ന് ലേഖകൻ പറയുന്നു. ഉത്സർഗ് की ऐसी भावना दुर्लभ है. सोचा
इस आदमी के साहस और बलिदान भावना का सही उपयोग नहीं हो रहा है. इसे तो किसी क्रांतिकारी आंदोलन का नेता होना चाहिए. अगर बस नाले में गिर पड़ती और हम सब मर जाते तो देवता बाहें पसारे उसका इंतजार कर कहते, वह महान आदमी आ रहा है जिसने एक टायर के लिए प्राण दे दिए, मर गया पर टायर नहीं बदला. ഇദ്ദേഹത്തിൻ്റെ ഈ ഡെഡിക്കേഷൻ ആയിട്ടുള്ള ഈ സ്വഭാവം വളരെ ദുർലഭമായിട്ടേ കാണാൻ പറ്റുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. കാരണം ഇത്രയും റിസ്ക് ആയിട്ടുള്ളൊരു കാര്യം ആയിട്ടും കൂടി യാത്ര ചെയ്യാൻ അദ്ദേഹം കാണിച്ച ആ ധൈര്യം വളരെ അപാരമാണ്. ഞാൻ ചിന്തിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഈ സാക്രിഫൈസ് അല്ലെങ്കിൽ ഇത്രയും ധൈര്യവും എല്ലാം കണ്ടിട്ട് ഇദ്ദേഹത്തിൻ്റെ ആ കഴിവ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയി. ഇദ്ദേഹം ഏതെങ്കിലും ഒരു ക്രാന്തികാരി ആന്തോളനയിലെ നേതാവാകേണ്ട ആളായിരുന്നു. ഏതെങ്കിലും നാലയിൽ ഈ ബസ് വീണിരുന്നെങ്കിൽ, ഏതെങ്കിലും കനാലിൽ വീണിരുന്നെങ്കിൽ ദൈവം രണ്ട് കൈ നീട്ടി ഇദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് റെഡിയായിരുന്നേനെ. എന്നിട്ട് പറയും, ഈ ഒരു മഹാനാത്മി, ഒരു മഹാനായ മനുഷ്യൻ വരുന്നുണ്ട്. അദ്ദേഹം ഒരു ടയറിന് വേണ്ടിയിട്ട് പ്രാണൻ കളഞ്ഞ ആളാണ്. ടയർ ബാഡ് കണ്ടീഷനിലാണെന്ന് അറിഞ്ഞിട്ടും കൂടി ടയർ മാറ്റാതെ മരണം വരിച്ച ആളാണ്. അങ്ങനെ ഒരു മഹാനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമായിരുന്നു എന്നാണ് ലേഖകൻ തമാശ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാരഗ്രാഫ്. ദൂസറാ ഖിസ്സ ടയർ ലഗാക്കർ ബസ് ഫിർ ചലി. अब हमने वक्त पर पन्ना पहुंचने की उम्मीद छोड़ दी थी. पन्ना कभी भी पहुंचने की उम्मीद छोड़ दी थी. पन्ना क्या, कभी भी पहुंचने को उम्मीद छोड़ दी थी. लगता था जिंदगी इसी बस में गुजारनी है और इससे सीधे उस लोक को प्रयाण कर जाना है. इस पृथ्वी पर उसकी कोई मंजिल नहीं है. हमारी बेताबी तनाव खत्म हो गए. हम बड़े इत्मीनान से घर की तरह बैठ गए. चिंता जाती रही. हंसी मजाक चालू हो गया. വേറൊരു ടയർ അവിടെ ഉണ്ടായിരുന്നു, ഒരു സ്റ്റെപ്പിനി ഉണ്ടായിരുന്നു. അത് ബ്രേക്ക് ഡൗൺ ആയ ടയറിന് പകരമായിട്ട് വേറൊരു ടയർ എടുത്തു വെച്ചു. കറക്റ്റ് ടൈമിൽ പന്നയിലെത്തുക എന്നുള്ള പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. പന്നയിലേക്ക് മാത്രമല്ല, എവിടെയെങ്കിലും എത്തിച്ചേരും എന്നുള്ള പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഈ വഴിയിൽ തന്നെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടി വരുമെന്ന് ചിന്തിച്ചു. ഈ ബസ്സിൽ തന്നെ ജീവിതം കഴിയും എന്ന് ചിന്തിച്ചു. ഇനി ഈ ലോകത്ത് തങ്ങൾക്ക് വേറെ വീടൊന്നുമില്ല, എല്ലാം ഇനി ഈ ബസ്സിൽ തന്നെയാണ്, ഇനി മുന്നോട്ടുള്ളൊരു യാത്ര ഉണ്ടാവില്ല. അങ്ങനെ തങ്ങളുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു വീട്ടിലിരിക്കുന്ന പോലെ തന്നെ അതിനകത്തിരുന്നു. എല്ലാ വിഷമങ്ങളും മാറി, തമാശകളും കാര്യങ്ങളുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോയി. ആ ബസ്സിൽ തന്നെ ഇരുന്ന് തമാശയും പറഞ്ഞ് ഇരുന്നു. ഒരു വീട്ടിലിരിക്കുന്ന അതേ മൂഡിൽ തന്നെ ഇരുന്നു. അങ്ങനെ ലേഖകൻ്റെ ബസ് യാത്രയെക്കുറിച്ചുള്ള തമാശകൾ നിറഞ്ഞ ഓർമ്മകളിവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ലെസൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.